ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആണ്. മാർക്കറ്റിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റഡി പർപ്പസിന് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവരും ഇത് ആ ഒരു രീതിയിൽ കാണുക, നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് മാത്രം കാര്യങ്ങൾ വിലയിരുത്തുക. ഓക്കെ, ആൻഡ് ഇപ്പോൾ വീണ്ടും ഒരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അതുവഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്വിംഗ് ട്രേഡിംഗ് ആയിട്ട് ഞാൻ എടുക്കുന്ന സ്റ്റോക്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലിടാറുണ്ട്. സോ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ദയവായി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യമായി ചോദിച്ച വിഷയം നിഫ്റ്റി ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലാണോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം റിയലി ഇറ്റ്സ് ഇൻ എ ബുള്ളിഷ് മോഡ് ആൻഡ് മാർക്കറ്റ് ഈസ് റിക്കവറിങ് ഫ്രം ഇറ്റ്സ് ലോസ്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് എന്താ പറയുക, ഒരുപാട് പേരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് ലോസ് വരുത്തിക്കൊണ്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് മൊമെൻറ്റം തന്നു. ആൻഡ് മാർക്കറ്റ് ടോട്ടലി റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളിവിടെ ഇത്രയും റിക്കവറി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത്ത് തോന്നിയിട്ടില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതിൻ്റേതായ കാരണങ്ങളുമുണ്ട് ടെക്നിക്കലി. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും പ്രസിഡന്റ് ട്രംപും മോദിയുമായിട്ടുള്ള എന്താ പറയുക ഒരു സൗഹൃദം നിന്നപ്പോൾ തന്നെ മാർക്കറ്റിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ തുടങ്ങി. ഇപ്പോൾ എൻ്റെ ഇന്നലെ നരേന്ദ്രമോദിജിയുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് വിളിച്ചിട്ടുണ്ടായിരുന്നു ശ്രീ മോദിജിയെ. അപ്പം അതിനെ സംബന്ധിച്ച് അദ്ദേഹം ട്വീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. ആൻഡ് അമേരിക്കയിൽ നിന്നുള്ള സംഘം ട്രേഡ് ടോക്സിനായിട്ട് ഇപ്പം നിലവിൽ ഇന്ത്യയിൽ ഇന്നലെ വന്നു ചേർന്നിട്ടുണ്ട്. അവരും നല്ല രീതിയിലുള്ള ഒരു ട്രേഡ് ടോക്സ് നടക്കുകയാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം മാർക്കറ്റിലുമുണ്ട്. മേ ബി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കാം. അത് മാർക്കറ്റും പ്രതീക്ഷിക്കുന്നുണ്ടാവാം പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. സോ മാർക്കറ്റ് അതിൻ്റേതായ രീതിയിൽ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് സൂചന നൽകി തരുന്നുമുണ്ട്. സോ എല്ലാവരും ആ ഒരു നല്ല ഇവൻറ്റ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ അമേരിക്കയുമായിട്ട് ട്രേഡ് ടോക്ക് ഇന്നോ നാളെയായിട്ടൊക്കെ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്. മീൻസ് അതൊരു ഇനിഷ്യൽ സ്റ്റേജിലാണ്. മേ ബി താരിഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 50% ടാരിഫ് എന്നുള്ള ഒരു സ്റ്റേജ് US മാറ്റുവാണെങ്കിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് അതിശക്തമായിട്ട് തന്നെ അതിൽ നല്ല രീതിയിൽ പോസിറ്റീവ് ബയസോടെ പ്രതികരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റി മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി അടക്കം പല സെക്ടേഴ്സും, പല FMCG ഒക്കെ ഒഴിച്ച് മിക്ക സെക്ടേഴ്സും ഫാർമയായാലും ശരി ഒരു മാർക്കറ്റിൽ ഒരു ഉണർവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കലി നമുക്കിനി ഭയക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 25,900 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെ വരരുത് എന്നുള്ളതാണ്. 200 പോയിൻറ്റ്സ് 300 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡ് ഇനിയും തരുവാണെങ്കിൽ മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ കൺട്രോളിലാവുന്നുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾസോ ലൈക്ക് പുട്ട് റേറ്റിംഗ് കോൾ റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റേതായ കാര്യങ്ങൾ അറിയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ വരുന്ന ആഴ്ചകളിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ എൻ്റെ ഒരു വ്യൂ എന്തായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ പറയാം. എൻ്റെ ഒരു പോസിബിൾ വ്യൂ എന്ന് പറഞ്ഞാൽ 25,000 ഒരു 240-250 റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്നവരെയൊക്കെ ഒന്ന് ഞാൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ശേഷമേ ഞാൻ അഗ്രസീവ് മോഡിലേക്ക് പോകത്തുള്ളൂ. ഞാൻ നോക്കും ഈ ഒരാഴ്ചയും കൂടെ മാർക്കറ്റ് ഈ ഒരു ബുള്ളിഷ്നെസ് തുടരുന്നുണ്ടോ. അപ്പോൾ ഞാൻ വീക്കിലി എടുത്ത് നോക്കാം. നമുക്ക് കഴിഞ്ഞ വീക്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം വളരെ അഗ്രസീവായിട്ട് ബൈയിങ് പ്രഷർ കാണിക്കുന്നുണ്ട്. എങ്ങോട്ടാണ് അഗ്രസീവായിട്ട് കാണിക്കുന്നത്? അത് മാർക്കറ്റ് ഈ ഒരു ഏരിയ 25,230 എന്നുള്ള സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ ആഴ്ചയെ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. അത് ഈ വീക്കും തുടരുന്നു. അപ്പം നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള ആഴ്ചകളിലും. അടുത്ത ആഴ്ചയും കൂടെ ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് തരുവാണെങ്കിൽ ഓക്കെ, നമുക്കൊരു പ്രധാനപ്പെട്ട രീതിയിൽ മാർക്കറ്റ് ബയേഴ്സിൻ്റെ കൺട്രോളിലാവുന്നുണ്ടെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയിലെത്താം. ഇതേ കാര്യം തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ കഴിയും. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ചാർട്ടും കൂടെ ഒന്ന് നോക്കിക്കളയാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കാണാം പ്യുവർ അഗ്രസീവ് ബൈയിങ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഏത് ലെവലിൽ നിന്നാണ്? 53,000 റേഞ്ചിൽ നിന്ന് ഒരു അഗ്രസീവ് ബൈയിങ് ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ കാണുന്നുണ്ട്. അപ്പം എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഞാൻ പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ 56,120 എന്നുള്ള റേഞ്ച് അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ടായിരിക്കും ഞാൻ കുറച്ച് ബാങ്കിങ് സ്റ്റോക്സുകളും കൂടെ ട്രേഡിന് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ 1-2 ബാങ്കിങ് സ്റ്റോക്സ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരു സ്വിംഗ് ട്രേഡായിട്ട്. മാർക്കറ്റിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ കൂടുതൽ സ്റ്റോക്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തോ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് എന്തായാലും ഇപ്പം പോസിറ്റീവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.